എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ആരും അറിയത്തില്ല അവിടെ. അതാണൊരു കുഴപ്പം. കൊല്ലത്ത് നിങ്ങൾക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലങ്ങൾ കാണാൻ ഒരുപാട് പൈസയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള കാശ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കൊല്ലത്തു നിന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ 5 സ്പോട്ടുകൾ നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് പള്ളംപട്ടി സാഡിൽ ഡാമാണ്. ഈ ഒരു സാഡിൽ ഡാം നമ്മുടെ തെന്മല ഡാമിൻ്റെ ഭാഗമാണ്. ഈ സാഡിൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ തെന്മല ഡാമിൻ്റെ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഡാമിലേക്ക് വരണമെങ്കിൽ നേരെ തെന്മല ഡാം ലൊക്കേഷൻ ഇട്ട് നേരെ ഇങ്ങ് വന്നാൽ മതി. തെന്മല ഡാമിന് മുന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ തെന്മല ഡാമും ഈ ഡാമും ഒരേ ടൈമിലാണ് കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഈ ഡാമിൻ്റെ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ടിക്കറ്റോ ചാർജസോ ഒന്നുമില്ല. നേരെ വരിക, ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി നേരെ വരിക. വരുന്ന വഴിക്ക് ഒരു വളവിനായിട്ട് തന്നെ ഈ ഡാം. ഇവിടെ വന്ന് നേരെ ഒന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടെ ബോട്ടിംഗ് സർവീസും ഒക്കെ അവൈലബിളാണ്. ബോട്ടിംഗ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടിങ്ങിൻ്റെ കൗണ്ടർ, ടിക്കറ്റ് കൗണ്ടർ അങ്ങ് തെന്മല ഡാമിൻ്റെ എൻട്രൻസിലാണ്. അവിടെ പോയി എടുത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ. ആ ദൂരത്ത് കാണുന്നത് തെന്മല ഡാമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ കയറാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ടിക്കറ്റ് ചാർജസ് ഉണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന പ്ലേസസ് ഒന്നും ടിക്കറ്റ് എടുത്ത് പോകേണ്ട പ്ലേസസ് അല്ല. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്ന അടുത്ത പ്ലേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മല കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അടുത്ത പ്ലേസ് ആണ് 13 കണ്ണറ പാലം. ബ്രിട്ടീഷുകാർ പണിയെഴുപ്പിച്ച ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഒരു പാലം കൂടിയാണ് 13 കണ്ണറ പാലം. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ഈ പാലത്തിന് മുകളിലൂടെയാണ് പോകുന്നത്. 1904 ബ്രിട്ടീഷുകാർ ഈ ഒരു പാലം നിർമ്മിച്ചു കഴിയുന്നത്. സുർക്കി മിശ്രിതവും പാറക്കല്ലും ചുണ്ണാമ്പ് കല്ലും കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് കുറേ റിനോവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. പണ്ട് ഇത് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരുന്ന് ഇപ്പോൾ ഒരുപാട് റിനോവേഷൻ ഇതിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് രാജാത്തോട്ടമാണ്. റോസ്മലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ രാജാത്തോട്ടം വ്യൂ പോയിന്റ് ഉള്ളത്. ഇങ്ങോട്ടേക്ക് പോകാൻ ടിക്കറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലേസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് പോയതാണോ ഒന്ന് പോയി നോക്കാം. എന്തോ റിസ്ക് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അതുകൊണ്ടായിരിക്കും ഗേറ്റ് ഇവിടത്തെ. ഇതൊക്കെ തുറന്നു കൊടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള ഇതോ അവിടെ കയറിയപ്പോ എന്റെ ഒന്ന് കത്തി. എന്റെ അല്ലേ? എന്റെയും കത്തി. സൈക്കിൾ വിട്ട് അങ്ങോട്ട് പോയപ്പോഴേ അവിടുന്ന് അങ്ങോട്ട് കയറി പോയപ്പോഴേ എന്റെ നെഞ്ച് കത്തി. രാജാത്തോട്ടം ഇനി മുതൽ നിങ്ങൾ വരികയാണെങ്കിൽ പ്രൊഹിബിറ്റഡ് ആണ് വന്ന് റിസ്ക് ഉണ്ടാക്കലും. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ പണിയാണ്. രാജാത്തോട്ടം നമ്മൾ ഈ പ്ലേസുകളുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. രാജാത്തോട്ടം ഇപ്പോൾ ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആരും വന്ന് കയറി ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇപ്പൊ ഫെൻസിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ അല്ലേ നല്ല ഫെൻസിങ് ഉണ്ട്. ഇവിടെ എല്ലാം ഫെൻസിങ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ആനയുടെ ശല്യം രൂക്ഷമാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടെ കയറി പോകുന്നിടത്ത് തന്നെ ഇപ്പൊ മനസ്സിലാവും ഇവിടെ ക്ലോസ് ചെയ്തേക്കുക. കാരണം റോഡെല്ലാം അത്രയ്ക്ക് ബാഡായിട്ട് കിടക്കും. ആരും വന്ന് പണി മേടിക്കരുത്. കാര്യം എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ആരും അറിയത്തില്ല അവിടെ. അതാണൊരു കുഴപ്പം. നമുക്ക് ഇവിടുന്ന് കുറച്ച് പകുതി വരെ ചെല്ലുമ്പോൾ പ്രശ്നമില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യും ഡേഞ്ചറാണേ അല്ലേ. അപ്പൊ രാജാത്തോട്ട് ഇനി മുതൽ ഇല്ല. നോക്കിയും കണ്ടും പോവുക. നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കണ്ടോ. നല്ല വീഡിയോ ആണ്. രാജാത്തോട്ടം നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. അതിന്റെ വിഷമത്തിൽ നമ്മൾ നേരെ വിട്ടത് മാമ്പഴത്തറയിലോട്ട്. അപ്പൊ നമ്മുടെ അടുത്ത പ്ലേസ് മാമ്പഴത്തറ എത്തുന്ന ഒരു 9 കിലോമീറ്റർ മുന്നേ ഞങ്ങൾ കണ്ട് സ്തംഭിച്ച് നിന്ന ഒരു പ്ലേസ് ആണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നു, എന്ത് നല്ല സ്ഥലം! ഈ സ്ഥലത്തൊക്കെ കളിക്കുന്ന പിള്ളേരെ സമ്മതിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ചുറ്റും കാട്, വലിയൊരു ഗ്രൗണ്ട്. ഇതിന്റെ വലിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്ത് ബ്യൂട്ടിഫുൾ ആയ സ്ഥലമെന്ന്. ഞാനൊക്കെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് എത്ര കാലമെന്ന് പറയും. ഇപ്പോൾ പലയിടത്തും ഗ്രൗണ്ട് ഇല്ല. എല്ലാം കിളച്ചു മറിച്ച് കളയല്ലേ. റബ്ബർ വെക്കാനും അത് വെക്കാനും ഇത് വെക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടുത്തെ കളി ഈ പ്രകൃതി രമണീയതയൊക്കെ കണ്ടു നിന്ന് കേട്ടോ. പ്രകൃതി രമണീയത എന്ന് ചുമ്മാ വാണ്ട് പറയല്ല, നിങ്ങളൊന്ന് വന്ന് കാണണം ഈ സ്ഥലം. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. അടുത്ത പോകുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമുക്കിനി പോകേണ്ടുള്ളത്. അപ്പോൾ ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് മാമ്പഴത്തറയില. നിങ്ങൾക്ക് കൊല്ലത്ത് നിന്ന് 1 ഡേ പോകാൻ പറ്റുന്ന ഒരു പ്ലേസുകളിൽ ഇതും വൺ ഓഫ് ദ ഒരു പ്ലേസാ. നമ്മളിപ്പോ അന്ന് നട്ടുച്ചയ്ക്കായി പോയി. നമ്മളിപ്പോ ഒരു
4-4:15 ഇവിടെ വന്നത്. അതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ട്. പക്ഷെ ഇവിടുത്തെ വ്യൂ നല്ല മഞ്ഞ് ഇറങ്ങി വരുന്നോണ്ട് തന്നെ ഇത്തിരി ഡാർക്കായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല കാറ്റും ഉണ്ട്. നല്ല കാറ്റും ഉണ്ട്. നമ്മൾ പോകുന്നതാ ഈ താഴെ കാണുന്ന റോഡിലൂടെ പോകുമ്പോഴുള്ള റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആനയൊക്കെ വരുന്ന ആനത്താരകൾ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് യാത്ര ചെയ്യുക. കൊല്ലത്തുനിന്ന് 1 ഡേ പോകാൻ പറ്റുന്ന ഒരു പ്ലേസുകളിൽ ഇതും വൺ ഓഫ് ദ ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരെ തെന്മല വരുവാണെങ്കിൽ അവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ അല്ലേ ഇവിടെ, ആ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിയാനുള്ളൊരു വഴി നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് ഇതുവഴി അങ്ങനെ വരുന്ന ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ വരാതിരിക്കുക. കാറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് വരാം. ആന ഉണ്ടെങ്കിലും വലുതായിട്ട് അറ്റാക്ക് ഒന്നും വരത്തില്ല. ബൈക്കിലൊന്നും ഒറ്റയ്ക്ക് രാവിലെ വരാനായിട്ട് ഇങ്ങോട്ട് മുതിരണ്ട, ഇത്തിരി റിസ്ക്കാണ്. നമ്മൾ ഓൾമോസ്റ്റ് ടയർഡായിട്ടാണ് ഇങ്ങോട്ട് വന്നേ. പക്ഷേ ഈ വ്യൂ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ടയർഡ്നെസ്സും പോയി. എന്താ ഒരു ഭംഗി! കണ്ണെത്താ ദൂരം മലനിരകൾ ഇങ്ങനെ നീണ്ടു കിടക്കുക. നമ്മൾ കുറേ നേരം ഈ പ്ലേസിലിരുന്നു. നമുക്കിനി കാട്ടിൻ്റെ നടുവിലൂടെ വേണം പോകാൻ. ആ ബസ് പോയ റൂട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ റൂട്ടിലൂടെ നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ റൂട്ടിലൂടെ പോകുമ്പോൾ ഉള്ള ഭംഗി ഞാൻ കാണിച്ചു തരാം. മാമ്പഴത്തറയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഗ്രാമമാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത്. എൻ്റെ മുന്നിൽ കണ്ണെത്താ ദൂരെ കുറേ മലനിരകൾ കാണാനായിട്ട് പറ്റും. ഈ ജംഗ്ഷനിലോട്ട് അടുക്കും തോറും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ചുറ്റും പൈനാപ്പിൾ കൃഷിയും കാടും മലയും കുന്നും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പള്ളിയുടെ വഞ്ചിയുണ്ട്, അമ്പലത്തിൻ്റെ വഞ്ചിയുണ്ട്, പല മതക്കാരുടെയും കൊടികളും ചിഹ്നങ്ങളും ഉണ്ട്. ഇവിടുത്തെ എല്ലാവരും എന്ത് സമാധാനത്തോടെ ജീവിക്കുന്നതെന്ന് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ചുറ്റും നിങ്ങൾ കണ്ട ഫുൾ പൈനാപ്പിൾ കൃഷിയാണ്. ഇതിവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലാണ്. നിങ്ങൾ ബൈക്കിൽ തന്നെ വന്ന് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. കാണാനായിട്ടൊക്കെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരം മലയും കൃഷിപ്പാടങ്ങളും ഒക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്. എന്ത് രസമെന്ന് നോക്കിക്കുക ഈ ഒരു സ്ഥലം. ഇവിടെയൊക്കെ ജനിച്ചവരെ സമ്മതിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ മുന്നിൽ ഒരു മയിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല, ജീവനും കൊണ്ട് ഓടി വിളിക്കുക പുള്ളിക്കാരൻ. നമ്മൾ ഈ ബൈക്ക് ഓടിച്ച് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ മാമ്പഴത്തറ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയും. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. നാരോ റോഡ്സ് ആണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ വരും. ആന എവിടെയെങ്കിലും നിന്നാൽ പോലും കാണത്തില്ല. നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട് പോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട് കൂടിയായത്. നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ഇതുവഴി പോവാതിരിക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നുമില്ല ഒറ്റയ്ക്ക് ഇതുവഴി വരാനായിട്ട്. നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ലാസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ചാലിയേക്കര അക്വഡേറ്റിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഈ സ്ഥലമാണ് ചാലിയേക്കര എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും തോട്ടം തൊഴിലാളികളും മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമാണ് ഇവിടുത്തെ തന്നെ. ഈ ഒരു കാലത്തും ഇങ്ങനെ ഒരു അടിപൊളി ഗ്രാമം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്കിതിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് അനുഭവപ്പെടും. പല റീലുകളിലൂടെയും ചാലിയേക്കര എന്ന് പറയുന്ന ഗ്രാമം ഫേമസ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി പോകേണ്ടുള്ളത് ചാലിയേക്കര അക്വഡേറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ ചാലിയേക്കര അക്വഡേറ്റിലെത്തി. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചാലിയേക്കര അക്വഡേറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്ന്. കാര്യം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ കിടക്കുക. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇനി കാണാനായിട്ട് പറ്റുന്നില്ല. ഇത് പ്രവർത്തനരഹിതമായിരിക്കണം. ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നിട്ട് പോയ പാട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തറയിലൊക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഈ ഒരു അക്വഡേറ്റിൻ്റെ ഒരു ബ്രിഡ്ജ്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ആ ദൂരെ കാണുന്ന പാലമില്ലേ, ഇതാ റീൽസിൽ ഫേമസ് ആയിട്ടുള്ള പാലം. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാലം പൊളിഞ്ഞിരിക്കുകയാ മോനെ. ഇൻസ്റ്റയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ്. മാമ്പഴത്തറന്ന് അടിക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ വരുന്ന ഈ പാലത്തിൻ്റെ വിഷ്വൽസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് തപ്പി വന്നത്. കൊള്ളാം കേട്ടോ ഈ സൈറ്റ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സൈറ്റാണ്. അങ്ങോട്ടൊക്കെ തുളിയാണ്. വണ്ടി പോകുമെന്ന് അറിയത്തില്ല. വണ്ടിയൊക്കെ ഓടിച്ച് പോയിട്ടുണ്ട് ആൾക്കാരൊക്കെ. കൊള്ളാം അത്.
മഴയുടെ നല്ല കോളുണ്ട്. നല്ല മഴക്കോളം വരുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഒന്നെങ്കിൽ വെയിൽ അല്ലെങ്കിൽ ഇടിച്ചുത്തി മഴ, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. വെയിലെങ്കിൽ കട്ട വെയില്. ഗോവ ആകുമ്പോൾ കട്ട വെയിലാ തോന്നുന്നത്. നിങ്ങൾ കൊല്ലത്തുള്ളവരാണ്, ഒരു ഈവനിങ് ഒക്കെ വന്ന് ട്രിപ്പ് അടിച്ചിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം ഈ അച്ചൻകോൽ എന്ന് പറയുന്നത്. അത്യാവശ്യം ബൈക്കിൽ ഞങ്ങൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ബൈക്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ സ്പോട്ട് കുറച്ച് വൈഡായിട്ട് കാണാം. കാറിലൊക്കെ സേഫ്. രാത്രി വന്നു കഴിഞ്ഞാൽ കുറെ ആനിമൽ സൈറ്റിംഗ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോയുടെ തുടക്കം കാണിച്ച പോലെ ഇവിടെ വൈൽഡ് ലൈഫ് ക്രോസിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ആനയുടെ. ഇവിടെ സൂക്ഷിച്ചും കണ്ടും വരിക. കാടാണ്, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആനയെ കാണാനായിട്ടാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരുപാട് മയിലുകളെ. എപ്പോഴും നമ്മൾ കാണാറ് പെൺമയിലിനെ, പീലിയൊന്നും ഇല്ലാത്ത മയിലിനെ. ആൺമയിലിനെയൊക്കെ അവങ്ങിയൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ എവിടെ നോക്കിയാലും അച്ചൻകോവിലിൽ പെൺമയിലിനെ കാണാനായിട്ട് പറ്റും. ഈ റോഡ് വഴി വരുന്നവർ ഇതിനെ ശല്യപ്പെടുത്താതിരിക്കും, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മൾ അച്ചൻകോവിൽ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. എപ്പോഴാണ് ആന വരുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മളങ്ങനെ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയപ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽപ്പെട്ട ഒരു കാട്ടുപന്നി കൂട്ടമായി പോകുന്നത്. അങ്ങനെ ആ കാഴ്ചയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണം തോന്നിയുകൊണ്ട് നമ്മളിവിടെ അടുത്തൊരു പാലത്തിൽ നിർത്തി. ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. കാര്യം ചുറ്റും മരങ്ങളും മഴ പെയ്ത് തോന്നുന്ന അന്തരീക്ഷം പോലെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. നല്ല തണലാണ് ഇവിടെ. തണലും നല്ല കാറ്റും, എന്താ പറയുക, നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ചില സമയത്ത് ഈ ചില്ലകളിലൊക്കെ മയിലും വേറെ പക്ഷികളൊക്കെ വന്നിരിക്കും. ഞങ്ങൾ ഇന്ന് അങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ നിർത്തിയത്, പക്ഷെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ആ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് കാൽപ്പാടുകളാണ്, ഓരോ മൃഗത്തിൻ്റെയും കാൽപ്പാടുകൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. എനിക്കൊന്നും മാനിൻ്റെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതുവഴി വണ്ടിയൊക്കെ പോകുന്നുണ്ട്, മറ്റു വണ്ടികളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ നിൽക്കാനായിട്ട് നിന്നില്ല. കാൽപ്പാടുകളൊക്കെ നോക്കി കുറച്ച് നേരം നമ്മൾ നിന്നെങ്കിലും ആ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മൾ കുറേ തവണ ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ആന യഥാർത്ഥത്തിൽ കാണുന്നത്, കാട്ടിൽ നിൽക്കുന്നത്. എന്ത് ഫ്രീ ആയിട്ട് അവന്മാർ കാട്ടിൽ നിൽക്കുന്നതെന്നറിയോ? നമ്മളെ നാട്ടിൽ കാണുന്ന ആന ഈ ആനയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കളറിലൊക്കെ ഭയങ്കര വ്യത്യാസം. എനിക്ക് തോന്നുന്നു അഴുക്കിലൊക്കെ പൂണ്ട് മണ്ണൊക്കെ പുറത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവന്മാരെന്ത് ഫ്രീ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവന്മാരുടെ ലോകത്ത് അവന്മാരെന്ത് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ചുമ്മാ നാട്ടിൽ പിടിച്ചോണ്ട് വന്ന് ചങ്ങലയ്ക്ക് വിട്ട് തോട്ടിക്കും വലിച്ച് അതിനെ ഉപദ്രവിച്ച് ചെണ്ടവളത്തിന് മുന്നിൽ നിർത്തി ഊപ്പാട് വരുത്തി അതിനെ നിർത്തിയേക്കുന്നത്. പക്ഷേ യവന്മാർ ഇപ്പം കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ? ഞങ്ങൾ ഏതാണ്ട് 10-15 വട്ടം ഈ അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡിലൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും ആനയെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആനയെ കണ്ടത്. എപ്പോഴും ഞങ്ങൾ ആനപ്പിണ്ടം കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. ഇന്ന് ആനയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. കാര്യം ആ റോട്ടിലൊന്നും ആരുമില്ല, ഞങ്ങൾ മാത്രം ആനയെ കണ്ടത്. ഞങ്ങൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ആനയെ നോക്കി തന്നെ നിന്നു, വീഡിയോ എടുത്തോണ്ട്. ഇവിടെ ഒരു തള്ളയാന, ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ എന്തോ പരിപാടി കാണിക്കുക. നമ്മൾ കുറേ നേരം ഇതിനെ നോക്കി നിന്നു. നമ്മളിവിടെ നിന്ന് നോക്കുന്ന കണ്ടുകൊണ്ട് പിന്നെ ഒരുപാട് വണ്ടികൾ അവിടെ നിർത്താൻ തുടങ്ങി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നിങ്ങളാരെങ്കിലും ഈ റൂട്ട് വഴി വരുന്നുണ്ടെങ്കിൽ ആനയെ കണ്ടെന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. ഈ കുട്ടിയാനയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആനകൾ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കാറ്. നിങ്ങൾക്ക് അവനെ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊരു ശല്യവും ചെയ്യത്തില്ല. നിങ്ങൾ ഇറങ്ങി അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നാൽ അത് നിങ്ങളെ നേരെ ചാർജ് ചെയ്ത് വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓടാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം ഇതിൻ്റെ ഇടയിലൊക്കെ കുഴികളും പൊന്തുകളും ഒക്കെ ഉണ്ട്. ഇറങ്ങി വീണ് കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ പാടാണ്. ഞാൻ നോക്കിയിട്ട് അസ്ലാം ഇറങ്ങിപ്പോയി ഷൂട്ട് ചെയ്യട്ടെ എൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചു. അതിൻ്റെ ഡേഞ്ചർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞില്ല വെറുതെ ഇറങ്ങിപ്പോകണമെന്ന്. അതുകൊണ്ട് ആ ദൂരെ നിന്ന് മാത്രം ഞങ്ങൾ വിഷ്വൽ എടുത്തു. അല്ലെങ്കിൽ ഇറങ്ങി പോകാന്നേ ഉള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ഈ ആനയെ കാണുന്ന സമയത്ത്. നിങ്ങളതുകൊണ്ട് ആനയെ ഇവിടെ വരുമ്പം കാണുകയാണെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻറ്റിൽ ചാടി ഓടി അതിനെ മുന്നിൽ പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നിൽക്കരുത്. ഈ വൈൽഡ് ആനിമൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ നാട്ടിൽ ആനയൊന്നുമില്ല, ചങ്ങലയോ കുന്തോ കുടച്ചക്രമോ ഒന്നും അതിനില്ല. അത് വെച്ച് വീശി തരും, അല്ലെ ചവിട്ടി കൂട്ടോടിട്ട്. അതുകൊണ്ട് നോക്കിയും കണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുക, അതിനെ ശല്യപ്പെടുത്താതിരിക്കുക. അത് അതിൻ്റെ ടെറിട്ടറിയിൽ അതിങ്ങനെ കൂത്താടി നടക്കും. നിങ്ങൾ അതിൻ്റെ പുറകെ പോയി പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആ കാട്ടിൽ കുറേ മുളയും ഈറ്റയൊക്കെ ഉണ്ട്, അത് തിന്നോണ്ട് നിൽക്കുകയെന്നാണ് ഞങ്ങൾ കുറേ നേരം വിചാരിച്ചത്. പക്ഷേ അല്ല, അവരെന്തോ ചവിട്ടി ഒടിക്കുകയോ തിരിച്ചു മറിക്കുകയൊക്കെ ചെയ്യുക. അടുത്തുനിന്ന് കാണണം, എന്ത് രസമെന്നറിയോ ഇവരുടെ കളിയൊക്കെ കാണുക. ആ കുട്ടിയാനയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കുട്ടിയാനയൊക്കെ കാണുന്നത്. ഈ കാട്ടിൽ നിൽക്കുന്ന ആനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വെറുതെ കൊണ്ടുവന്ന് ഇതിനെ ക്രൂരത കാണിക്കത്തില്ല. ഈ കാട്ടിൽ നിൽക്കുന്ന കാണാത്തവരാണെന്ന് തോന്നുന്നു ഇതിനെ പിടിച്ചോണ്ട് വന്ന് ഇത്രയും പരിപാടി കാണിക്കുന്നത്. എത്ര ദിവസം ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി ഈ റൂട്ട് വഴി പോയിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. നമുക്ക് ഈ ആന കാട്ടിൽ നിൽക്കുന്നുണ്ട് കണ്ടിട്ട് മതിയാവത്തില്ല. എന്തോ ഒരു പ്രത്യേകത ഇത് കാട്ടിൽ നിന്നിങ്ങനെ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോഴത്തേക്ക്.
പ്രത്യേകിച്ച് കുട്ടി ആനയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ് ഇതിനെ കാണാൻ. ഞങ്ങൾ ഈ ആനയെ കാണാൻ നേരം അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി, ഓരോ കാറുകൾ ഇവിടെ നിർത്താൻ തുടങ്ങി. അപ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു പണി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഫോറസ്റ്റുകാരോ ആരെങ്കിലും വരുമെന്ന്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫോറസ്റ്റുകാർ വന്ന് ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. ഞങ്ങൾ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കി ഫോറസ്റ്റുകാർ പോയെന്ന്. പക്ഷേ പോയിട്ടില്ല, അവരവിടെ ഇറങ്ങി നിന്ന് ഇതിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങളിങ്ങനെ ഈ റൂട്ടിൽ വരുമ്പോൾ ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാടി ഇറങ്ങി ആനയെ നോക്കിക്കൊണ്ട് നിൽക്കല്ലും. കാര്യം ചുറ്റും ഒന്ന് നോക്കുക, സേഫ് ആണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇറങ്ങാവൂ. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയതാ. പിന്നെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്ന് വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അച്ചൻകോവിൽ റൂട്ട് വഴി പോകുമ്പോൾ ആ ഫസ്റ്റ് ടൈം കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ ചാടി ഇറങ്ങി അങ്ങ് പോകരുത്. കാര്യം ചുറ്റും നോക്കുക, ചിലപ്പോൾ ദൂരത്ത് 2 ആന നിൽക്കുകയായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആന കാണും. നോക്കിയും കണ്ടും വേണം നിൽക്കാനായിട്ട്. ആൾക്കാർ കൂടിയപ്പോൾ തന്നെ ആനയ്ക്ക് മനസ്സിലായി സംഗതി പന്തികേടാന്ന്. അവൻ പതിയെ കാട്ടിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കും തോന്നിയത് പന്തികേടാവും. കാര്യം നമ്മളിപ്പോൾ ആൾക്കാർ കൂടുതലാണ്, നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ ഫാമിലീസും കുട്ടികളും ഒക്കെ ആയിട്ട് വണ്ടി നിർത്താൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാർ വന്ന് നമ്മളെ ഓടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോറസ്റ്റുകാർ വന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞു വിട്ടു ഓടുന്നു. ഇവിടെ നിൽക്കേണ്ട, അങ്ങനെ നിർത്തിക്കൂടാ, ഈ ഫോറസ്റ്റിൽ വണ്ടി നിർത്തിക്കൂടാ, ഇറങ്ങി നമ്മൾ നിന്നുകൂടാ, നമ്മൾ വണ്ടി ഓടിച്ച് പോവുക. ഇവിടെ പണ്ടൊരിക്കൽ ഒരു മകളെയും അച്ഛനെയും ആന ചവിട്ടി ഇട്ടിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലുള്ള. അതുകൊണ്ട് നിങ്ങൾ ഈ റോട്ട് വരുമ്പോൾ ആനയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ചാടി ഇറങ്ങി വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എടുത്തോ, പക്ഷേ ചുറ്റും ഒന്ന് സേഫാണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തിട്ടേ ഇറങ്ങി വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട് നിൽക്കാവൂ. കണ്ടോ, ഇപ്പം അവിടെ വണ്ടിയുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പോയി, ഇവരൊക്കെ പുതിയതായിട്ട് വന്നതാ. ആനയെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് തിരിച്ചേ. നമ്മൾ പോകുന്ന വഴി നമ്മുടെ മുമ്പിൽ വന്ന് ചാടിയ ഒരാളായി മയില്. നമ്മൾ കുറേ നേരം സൈലൻ്റായിട്ട് നിന്നത് അടുത്ത് വരുമോ അല്ലെങ്കിൽ ഓടാതെ നിന്ന ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ ചാടി ഇറങ്ങി അതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആക്ഷൻ ക്യാമറ വേണ്ടി ദൂരെയുള്ള കാര്യങ്ങളൊന്നും അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ വലിയ സ്ക്രീനിലാണ് കാണുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അത് തള്ളയാനയും കുട്ടിയാനയും കിങ്ങിണി രമേശും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന റസ്ലു എങ്ങനെ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.